ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീനാക്ഷി പോയിട്ട് വരട്ടെ. ഇന്നിവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും. മീനാക്ഷിയെ ഞാനിന്ന് കൊടുക്കും. എന്താ ചെയ്ത്? ആ നീ വന്നേ, ഇവിടെ ഇരിക്കേ. ഇരിക്കേ. ഈ സ്വർണ്ണൊക്കെ ആരെങ്കിലും കണ്ടാലേ ശ്രീധനം കിട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കും. കല്യാണ സമയത്ത് സ്വർണമായിട്ടുണ്ടായിരുന്നത് ഒരു കമ്മലും മാലയും മാത്രം. ഫോട്ടോ നോക്കിയാൽ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലുമൊക്കെ ഒരുപാട് ആഭരണങ്ങൾ കിടന്ന് തിളങ്ങുന്നത് കാണാം. 2 ദിവസത്തെ തിളക്കമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോന്നോരോന്നായിട്ട് കറുത്തു തുടങ്ങി. ഞങ്ങൾക്കന്ന് 10 പവനെ തരാനുണ്ടായിരുന്നുള്ളൂ. അത് തരുകയും ചെയ്തു. പ്രകാശേട്ടന് പണവും സ്വർണവും വേണമായിരുന്നെങ്കിൽ ഏതെങ്കിലും പണക്കാരികളെ പോയി കെട്ടണമായിരുന്നു. എനിക്കങ്ങനെ പണത്തിനോട് ആർത്തി ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ നിന്നെ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, കിട്ടുന്നെങ്കിൽ നീ അത് മതിയെന്ന്. അതൊക്കെ വിട്. ഇപ്പോ ആകെ ഇത്ര സ്വർണം മാത്രമേ ഉള്ളൂ. തൽക്കാലം ഇത്രയും സ്വർണം പണയം വെക്കാം. പ്രകാശേട്ടന്റെ ഇഷ്ടം പോലെ വിൽക്കോ പണയം വെക്കോ എന്ത് വേണമെങ്കിലും ചെയ്. എനിക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല. ദാ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചേക്ക്. നല്ല മഴക്കോള്. മഴ പെയ്യുന്ന തോന്നുന്നത്. അയ്യോ, ഞാൻ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടിരിക്കുക. നനഞ്ഞാ തീർന്നു. ആ
അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് ഞാനൊരു നല്ല കഥ പറഞ്ഞുതരാം. നാരായണത്ത് ഭ്രാന്തന്റെ കഥ. കേൾക്കാൻ കൊതിയായല്ലേ? സുമിത്രേ, സുമിത്രേ, എന്റെ പ്രേഷേട്ടാ, കുറച്ച് തുണി വേണമായിരുന്നു. എന്റെ കൈ തട്ടി മുറിയിൽ നിന്ന് ജഗ്ഗും വെള്ളം താഴെ വീണു. മുറിയിൽ മൊത്തം വെള്ളമായി. സുമിത്ര എവിടെ? അതിന് സുചിത്രേച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനാ? ഇതൊക്കെ ഞാൻ ചെയ്തോളാം. മീനാക്ഷി, നീ എന്തിനാ വെറുതെ? അതൊന്നും സാരമില്ല ഏട്ടാ. വേണ്ട മീനാക്ഷി, നീ കുറച്ച് പഴയ തുണി എടുത്തു തന്നാ മതി. ഞാൻ വൃത്തിയാക്കിക്കോളാം. പ്രകാശ് ഏട്ടൻ ഇവിടെ ഇരിക്കെ. അച്ഛമ്മേ, ഞാനിപ്പോ വരാവേ. മീനാക്ഷി പോയിട്ട് വരട്ടെ. ഇന്ന് ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും. മീനാക്ഷിയെ ഞാനിന്ന് കൊടുക്കും. എന്താ ചെയ്ത്? ഈ തള്ള അഭിനയിക്കാണോ? കയ്യും കാലും അനക്കാൻ വയ്യെന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയതാണോ കിളവി അടിച്ചതായിട്ട്? നന്നായി വേദനിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. മാനത്തെ കൊട്ട